ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് റോസ്റ്റ് ആണ്. ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ആറാനായിട്ട് എടുത്തു വെക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതാണ് കേട്ടോ ഇതിങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അത് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അത് മുഴുവനും തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കുറച്ച് ഉപ്പോടെ ആഡ് ചെയ്യാം, കാരണം അത് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുകയാണ്. മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതും ഒന്ന് ചെറുതായിട്ട് മൂക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗരം മസാലയും ആഡ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലാം ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം പൊടിയും ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. ഇപ്പം ഇതെല്ലാം തന്നെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഓരോ ഗ്രേവിയുടെ എമൗണ്ട് അനുസരിച്ചാണ് നമ്മൾ വെള്ളം ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല ചൂടുവെള്ളം തന്നെ ഉപയോഗിക്കണം കേട്ടോ. ഈ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഓരോ മുട്ടയും ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒരു കുറച്ച് സമയം ഒന്ന് വേവിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ താറാമുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിൻ്റെ ഗ്രേവിയൊക്കെ കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്.